സോറി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എനിക്കറിയാം നിങ്ങളുടെയൊക്കെ കൺട്രോൾ പോയി നിൽക്കുകയാണ്. ആരും സങ്കടപ്പെടേണ്ട, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഐ എം സേഫ്. പോയി അവരവരുടെ ജോലികൾ ചെയ്യൂ. എന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴൊക്കെ സ്റ്റാഫിന്റെ സങ്കടം താൻ കണ്ടതല്ലേ? ഇക്കണക്കിന് എന്നെ കൊന്നാൽ എന്തായിരിക്കും അവരുടെ സങ്കടം? സ്നേഹം സ്നേഹം സ്നേഹമല്ല മുതലാളി, ഒരു ഹോളിഡേ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖമാണ്. പാടില്ല. അങ്ങനെ ഒരു ഹോളിഡേ അവര് ജന്മം പ്രതീക്ഷിക്കണ്ട. താനും പോയി കാറ് കഴുകിയിട്ട് വാ. പത്രവാർത്ത കണ്ട് കനക ഒത്തിരി കരഞ്ഞു അല്ലേ? വായിച്ചോ? വായിച്ചു. കനകത്തിന്റെ വിഷമത്തിന്റെ ഖനം ഞാൻ മനസ്സിലാക്കുന്നു. സങ്കടപ്പെടാതിരിക്കും. ജോലി ശ്രദ്ധിക്കൂ പ്ലീസ്. എന്റെ പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെട്ട് ഇന്നും രാവിലെ രക്തപുഷ്പാഞ്ജലി കഴിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഈ ശരീരം കണ്ടാൽ അറിയാം ദിവസം ഒരു 5-6 രക്തപുഷ്പാഞ്ജലികളും കഴിച്ചിട്ടാ വരുന്നതെന്ന്. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. കനകം, നാളെ ഒരു വെടി വഴിപാടും കൂടെ നടത്തിയേക്ക്. ഏത് ഈപ്പച്ചലവും എനിക്ക് നല്ലൊരു ഐഡിയ. ഈപ്പച്ചനെ ഞാൻ മേടലേക്ക് വിളിപ്പിക്കാം. അവിടെ വെച്ചാകുമ്പോ കാര്യങ്ങൾ വിശദമായി സംസാരിക്കുകയും ചെയ്യാം. ഈപ്പച്ചന് തടസ്സം പറയുകയാണെങ്കിൽ ഞാൻ സോൾവ് ചെയ്തോളാം. ഇങ്ങോട്ട് അടിക്കണ്ട, കാരണം ചെന്ന് അങ്ങോട്ട് അവതരിപ്പിച്ചാൽ മതി. ഇലക്കും മുള്ളിൽ ലാത്തിക്കും കേടില്ലാതാക്കി തരാൻ നേരിട്ട് എന്ന് വെച്ചാൽ എന്റെ തടി ഞാൻ നോക്കണ്ടേ? അയാളൊക്കെ ആണെങ്കിൽ അച്ഛനെന്നോ കപ്പ്യാരെന്നോ അപ്പനെന്നോ ഒരു വ്യത്യാസമില്ല. മാത്രമല്ല ഇന്ന് ദിവസവും നന്നല്ല, പിന്നെ കണി നന്നല്ല. രാവിലെ എന്നിട്ട് അച്ഛനോട് കണ്ണാടി നോക്കാൻ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇനി കണ്ണൊക്കെ കാണാം. ഈപ്പച്ചാൽ ഞാനാ, ഫാദർ ബെനഡിക്ട്. അച്ഛനാ? ഗുഡ് മോർണിംഗ് അച്ഛോ. ബുള്ളറ്റ് അച്ഛൻ ഇരിക്കണം. എന്റെ ബുള്ളറ്റ് വിറ്റതോടെ ഞാൻ പല്ല് കൊഴിഞ്ഞ സിംഹമായി പോകണോ ഈപ്പച്ച? അതല്ല, ഇന്നലെ രാത്രി എന്താ നടന്നത്? ഞാൻ നടന്നില്ലല്ലോ, കാറിലായിരുന്നല്ലോ. അല്ല, ഈപ്പച്ച പിള്ളേരുടെ കടയിൽ കാറ് കൊണ്ട് മുട്ടിച്ചെന്നോ അവിടെ എന്തോ കശപിശ നടന്നോ കേട്ടു. അച്ഛാ പിള്ളേര് അതല്ല, അവര് പെശകാണെന്ന് എനിക്ക് അറിയാം. എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞുവിടാം. അച്ഛനാ പിള്ളേരുടെ മാത്രം അച്ഛനല്ലല്ലോ. അച്ഛൻ എന്റെയും അച്ഛനല്ലേ? ഈ ഇടവക്കാരുടെ മുഴുവൻ അച്ഛനല്ലേ? അച്ഛൻ ബുള്ളറ്റ് അച്ഛൻ. ബുള്ളറ്റുമായി ഒരാൾ മുന്നിൽ വന്ന് നിന്നാൽ അച്ഛൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നോ? ഞാൻ ആദ്യം ഈ ലോഹ അങ്ങോട്ട് മടക്കി കുത്തും. എന്നിട്ട് ഞാൻ വലതുകാല് പൊക്കി ബുള്ളറ്റിന്റെ മേത്ത് വെക്കും, സ്റ്റാർട്ടാക്കും, ഗീറിടും. എന്നിട്ട് ഞാൻ ഈ ഇടവകയിലൂടെ ഞാൻ ചെത്തും. എവിടെ എന്റെ ബുള്ളറ്റ്? എന്റെ ബുള്ളറ്റ് എവിടെ? കർത്താവേ, എന്റെ ബുള്ളറ്റ്! ഒച്ച വെച്ചാ ഞാൻ അച്ഛനെ പുറത്താക്കേണ്ടി വരും. ബുള്ളറ്റ് ഉള്ള ഒരു തോക്കുമായി ഒരുത്തം മുമ്പിൽ വന്ന് നിന്നാൽ അച്ഛൻ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ആർക്കും തോന്നാതിരിക്കട്ടെന്നാണ് പ്രാർത്ഥന മകനെ. എന്നാ എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ലായിരുന്നു. വാണം വിട്ടുപോലെ ഇല്ലയോ ഞാൻ പോയത്? ജീവനാണോ വലുത്, അവന്മാരുടെ ഐസ്ക്രീമാണോ വലുത്? മനസ്സറിയാൻ വല്ലതും കൊടുക്കുമായിരുന്നു. അതിലൊരുത്തൻ എന്നെ റാസ്കൽ എന്ന് വിളിച്ചു. ഇനി 10 പൈസ കൊടുക്കില്ല. ഇനി പേരും പറഞ്ഞ ആര് വന്നാലും അച്ഛനാണെന്നോ ആരാച്ചാരാണോ ഞാൻ നോക്കില്ല, ഇടിച്ച് കൂമ്പ് ഞാൻ കലക്കും. അച്ഛന്റെ കൂമ്പല്ല. ഓ, താങ്ക് യു. അവന്മാരുടെ കാര്യം പോട്ടെ, അനാഥ പിള്ളേരുടെ കാര്യം പറഞ്ഞ് ഇനി ഞാൻ വരും. അച്ഛൻ വരൂ, അനാഥ പിള്ളേരുടെ കാര്യം പറയൂ. എന്താ വെച്ചാ ചെയ്തോ. ഈ ശോമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്റെ ബാഗ് പിടിച്ചോ. വക്കാലത്തോര് വന്നിരിക്കുക. എന്താ കേട്ടോ സംഗതി ഒത്തോ? വാ മക്കളെ. ഞാൻ നിങ്ങൾ ആരാ മക്കളെ എന്ന് പറഞ്ഞ? വികാരി അച്ഛൻ. അതെ, വികാരവും വിവേകമുള്ള ഒരു വികാരിയാണെന്നുള്ള വിചാരം നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ചെയ്യായിരുന്നു. അതിനിപ്പോ എന്ത് പറ്റി? റാസ്കൽ. നിങ്ങളിൽ ആരാ അയാളെ റാസ്കൽ എന്ന് വിളിച്ചത്? അതൊക്കെ എന്തിനാ ഇവിടെ പറയണത്? നീയാണല്ലോ മകനെ. എന്നാ അങ്ങോട്ട് ചെല്ല്, പൊതിഞ്ഞു കെട്ടി വെച്ചിട്ടുണ്ട്. ഈ ചീപ്പ് പരിപാടിക്ക് കൂട്ടുക എന്നെ കിട്ടില്ല. മാന്യമായി മദ്യപിച്ച് ജീവിക്കുന്ന ഒരു മഹാമനസ്കന്റെ മുഖത്ത് നോക്കി നിനക്കൊക്കെ ചീത്ത വിളിക്കാൻ എങ്ങനെ തോന്നിയടാ? റാസ്കൽ. ഈ റാസ്കലിന് പകരം വേറെന്തെങ്കിലും വിളിച്ചാൽ മതിയായിരുന്നു. നീ മിണ്ടരുത്. ഇനിയിപ്പോ എന്താ ഒരു വഴി? എടാ, നിന്റെ ആനി ഇൻഷുറൻസ് അല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ. നമുക്ക് അവളെ പോയി വിളിച്ചാലോ? അതൊന്നും വേണ്ട, അവളെ വിളിക്കണ്ട. എന്നാ അവിടെ നമുക്ക് പോയി വിളിക്കാം. നിക്ക്, ഞാൻ വിളിക്കാം. ഹലോ, ഞാൻ ആനിയല്ല, ആനിയുടെ അപ്പച്ചൻ വക്കച്ചൻ. അവളല്ല, അവിടെ അപ്പന. ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. രാവിലെ മുതൽ കാത്തിരിക്കുക. അവൾക്കും കാണാൻ തുടക്കമായി. അല്ല, ചെക്കനാണോ ചെക്കൻ്റെ അപ്പച്ചനാണോ ആദ്യം വരുന്നേ? ചെക്കൻ്റെ അപ്പാപ്പൻ. ഹായ്, ഓക്കെ. അവര് പറഞ്ഞു നീ കേട്ടോ? ഞാനെങ്ങനെ കേക്കാനാ? ഫോൺ നിങ്ങളുടെ കയ്യിലല്ലേ? എന്നാ കേട്ടോ, ചെക്കന്റെ അപ്പനും അപ്പാപ്പനും കൂടി വരുന്നു. ചെറുക്കം വരുന്നില്ലേ? എന്തിനാ ചെറുക്കം വരുന്നേ? ചെറുക്കന്റെ അപ്പനെ പറ്റിയല്ലേ നമ്മൾ ചിന്തിക്കുന്നേ. പണക്കാരൻ, കോടീശ്വരൻ.
അപ്പാപ്പൻ അതിനേക്കാൾ പണക്കാരൻ. എന്നാലും അവള് ചെറുക്കനെ ഒന്ന് കാണണ്ടേ? അവൾ എന്തിനാ കാണുന്നേ? എന്റെ ഇഷ്ടമല്ലേ നിന്റെ ഇഷ്ടം, നിന്റെ ഇഷ്ടമല്ലേ അവളുടെ ഇഷ്ടം, അവളുടെ ഇഷ്ടമല്ലേ എന്റെ ഇഷ്ടം. ദേ, അപ്പച്ചനോട് ഞാൻ മുമ്പേ പറഞ്ഞല്ലേ എനിക്ക് കല്യാണം ആലോചിക്കല്ലേ എന്ന്. എനിക്ക് ആലോചിക്കാതിരിക്കാൻ പറ്റുമോ? നീ എന്റെ മോളല്ലേ? അല്ലേ? എനിക്കൊരാളെ ഇഷ്ടമാ, അയാളെ ഞാൻ കല്യാണം കഴിക്കൂ, അത് ഉറപ്പാ. അയ്യോ മോളെ ആനി, ചെറുക്കന്റെ അപ്പം കോടീശ്വരനാ, അത് നീ മറക്കണ്ട. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു വാങ്ങാൻ ഇൻഷുറൻസ് കമ്പനി നിങ്ങളുടെ കുടുംബ സ്വത്താണെന്ന് വിചാരിച്ചോ? അതിനൊക്കെ ചില ഫോർമാലിറ്റീസ് ഉണ്ട്, സമയമെടുക്കും. എന്നാ അതിനിടെ ഈ കാശ് വല്ലതും ഉണ്ടെത്താ. തൽക്കാലം ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ ഒന്ന് നന്നാക്കണം, അത്രേ വേണ്ടൂ. ഞാൻ ഇൻഷുറൻസ് കമ്പനിയിൽ വെറും ഒരു സ്റ്റാഫാ. ഞാൻ വിചാരിച്ച ഒരു രക്ഷയില്ലെന്നേ. ആനിയുടെ അപ്പന്റെ അടുത്ത് നിന്ന് കുറച്ച് കാശ് മേടിച്ചോണ്ട് വാ. ഭാവിയിൽ എനിക്ക് തരാനുള്ള സ്ത്രീധനത്തിൽ നിന്ന് അതങ്ങോട്ട് കുറച്ചോ. അതും പറഞ്ഞോണ്ട് അങ്ങോട്ട് ചെല്ല്. ഈ ലോകത്തെ ഏറ്റവും വലിയ പിശുക്കനാ എന്റെ അപ്പൻ. എനിക്കെന്നല്ല, എന്റെ അമ്മച്ചിക്ക് പോലും 10 പൈസ തരില്ല. ആണുങ്ങളായ കുറച്ചൊക്കെ ചങ്കുറ്റം വേണം. ആ ഈപ്പച്ച മുതലാളിയല്ലേ ഇതിനൊക്കെ കാരണം എന്ന് കുത്തിനെ പിടിച്ച് ചോദിക്കേ. ഞാൻ പോവാ, എനിക്ക് പോയിട്ട് വേറെ കാര്യമുണ്ട്. അവള് പറഞ്ഞു കേട്ടില്ലേ, ചെന്ന് കുത്തിന് പിടിക്കാൻ. നീ കുത്തിന് പിടിച്ച എല്ലാ കുഴപ്പമായത്. മുതലാളി ഞങ്ങളോട് ക്ഷമിക്കണം പ്ലീസ്. എന്ത് പറ്റി മക്കളെ? മുതലാളി ഞങ്ങൾക്ക് മാപ്പ് തരണം. മാപ്പോ? എന്തിന്? മുതലാളി ആരാണെന്നും മുതലാളിയുടെ വെയിറ്റ് എന്താണെന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കഷ്ടം. ഞാൻ ഈ പച്ചൻ, വെയിറ്റ് 80 കിലോ. അയ്യോ അതല്ല, ആ. ഞങ്ങളിൽ ഒരാൾ അറിയാണ്ട് മുതലാളിയെ കയറി അന്നൊരു വാക്ക് വിളിച്ചില്ലേ. വാക്ക് വിളിക്ക്? വാക്കെങ്ങനാ വിളിക്കുക? മുതലാളി മുതലാളി ഞങ്ങൾക്ക് മാപ്പ് തന്നേ പറ്റൂ. അതിരിക്കട്ടെ, നിങ്ങളിൽ ആരാ അന്നെ ആ നല്ല വാക്ക് വിളിച്ചേ? ഞാനറിയാണ്ട് വിളിച്ച വാക്കാ, ക്ഷമിക്കണം. ചെറ്റേ, മഹാപെശകാണ് ഞാൻ. ഇനി മാപ്പെന്നും കോപ്പെന്നും പറഞ്ഞ് പരിസരത്തെങ്ങാനും കണ്ട മൂന്നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. ഗുഡ് മോർണിംഗ് സാർ. ഒരാളെ ഒരു പ്രാവശ്യം സലാം വെച്ചാ മതി. ഓക്കെ സാർ. പേടിച്ചു പോയോ? പേടിക്കും. നിങ്ങളൊക്കെ ചെറുപ്പക്കാരാ. നിങ്ങളെക്കാൾ മൂത്ത ചെറുപ്പക്കാരനാണ് ഞാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം കാണണമെങ്കിൽ ഒരൊറ്റ മാർഗേ ഉള്ളൂ. എന്താ ആ, സമയം കളയാതെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വിട്ടോ. എന്താ നോക്കി നിൽക്കാതെ വീട്ടിലേക്ക് പൊക്കോളാൻ. ഞാൻ പറയണമെന്ന് കേൾക്ക്. നിങ്ങളുടെ വീട്ടിലേക്കല്ല, മുതലാളിയുടെ വീട്ടിലേക്ക്. നിങ്ങളെ സഹായിക്കാൻ ഒരാളവിടെ കാത്തിരിപ്പുണ്ട്. മുതലാളിയുടെ അപ്പനായിരിക്കും. മുതലാളിക്ക് അപ്പനേ ഇല്ല, എല്ലാം അപ്പനെ അപ്പനെ. പിന്നെ ആകെ കൂടി മുതലാളിക്കുള്ളത് ഒരു കൊച്ചു കൂടപ്പറപ്പാ. ഈ ലോകത്ത് ആരുടെയെങ്കിലും മുമ്പിൽ മുതലാളി മുട്ടുകുത്തിട്ടുണ്ടെങ്കിൽ ആ ചേച്ചിയുടെ മുമ്പിൽ മാത്രമാ. പെട്ടെന്ന് മനസ്സലിയുന്ന ഒരു പ്രകൃത. നിങ്ങൾ ആ ചേച്ചിയെ ചെന്ന് കണ്ട് കാര്യം പറഞ്ഞാൽ മതി, നടക്കും. നടക്കോ? നടക്കും നടക്കും നടക്കും. ഈ പാർത്തേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി.